നമ്മളിന്ന് നീറ്റിൽ ബയോളജിയിൽ എങ്ങനെ ഫുൾ മാർക്ക് മേടിക്കാം, അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള 1-2 ടിപ്സുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാം. അപ്പം നമ്മൾ ബയോളജിയിൽ നിങ്ങൾക്കറിയാം ഒത്തിരി ടോപ്പിക്സും കുറേ കണ്ടൻറ്റും ഒക്കെ ഉണ്ട്, കുറേ ടേംസും കുറേ എക്സാമ്പിൾസും നമ്മൾ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. പലരും അത് കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ്, പഠിച്ചെടുക്കാനായിട്ട് വളരെ പാടാണ്. അപ്പോൾ അതിനകത്ത് 1-2 ടോപ്പിക്സുകൾ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം, അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. പിന്നെ 1-2 കോഡുകളും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നീറ്റിൽ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്. അപ്പോൾ അതിനകത്തൊരു 7 മെത്തേഡ്സിനെ കുറിച്ചിട്ട് നമ്മളവിടെ ഒരു റെഫറൻസ് ഉണ്ട്, 6 to 7 മെത്തേഡ്സുകൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് വായിച്ചെടുക്കുമ്പം പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്കത് വളരെ ഈസി ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് ഞാൻ ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാനായിട്ട് പോകാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹോർമോൺ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള എല്ലാ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനും ഓൾമോസ്റ്റ് സെയിം ഇഫക്റ്റ് ആണെന്ന് കാണാനായിട്ട് പറ്റും. നിങ്ങൾ പില്ലെടുക്കുക, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ, ഇൻജെക്റ്റബിൾ, ഇംപ്ലാന്റ് ആൻഡ് ഓൾസോ ടു സം എക്സ്റ്റെൻറ്റ് നമ്മുടെ ഹോർമോൺ റിലീസിങ് IUDയും കൂടി എടുക്കാം. ഇതിനകത്തൊക്കെ ഹോർമോൺ കണ്ടന്റ് ആണുള്ളത്. അപ്പോൾ ഇതിനകത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സിമിലർ ഇഫക്റ്റ് ആണ് ഇത് ഉണ്ടാക്കണേന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പില്ലും അതുപോലെ ഇൻജെക്റ്റബിളും ഇംപ്ലാന്റും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവുലേഷൻ, അതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് കാണുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത്. ഇറ്റ് പ്രിവെൻറ്റ്സ് ഇംപ്ലാന്റേഷൻ ആൻഡ് ഓൾസോ ഇറ്റ് മേക്സ് ദാറ്റ് സെർവൈക്കൽ റീജിയൻ ഹോസ്റ്റൈൽ ടു സ്പേം, അല്ലെങ്കിൽ സ്പേമിനെ നമ്മുടെ സെർവൈക്കൽ റീജിയനിൽ വെച്ചിട്ട് നാശം സംഭവിക്കുന്നു. ഇതായിട്ടാണ് ഈ 3 എഫക്റ്റാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുക. ഇത് 3 കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ, ഇൻജെക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ്, ഇത് 3 എടുക്കുകയാണെങ്കിൽ ഇവരുടെ എഫക്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇനി ഹോർമോൺ റിലീസിങ് IUDയിലോട്ട് പോവുകയാണെങ്കിൽ പ്രിവെൻറ്റിംഗ് ഓവുലേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കാണാനില്ല, പക്ഷേ ബാക്കി 2 ഉണ്ട്. അപ്പം ആ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ, ഇൻജെക്റ്റബിൾ, ഇംപ്ലാന്റ്, ടു സം എക്സ്റ്റെൻറ്റ് ഹോർമോൺ റിലീസിങ് IUD, ഈ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇസ് ഓൾമോസ്റ്റ് ദി സെയിം. അപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞ ടോപ്പിക് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി അവിടെ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് IUD ടെക്നിക്ക് തൊട്ട് IUD, പിൽ, ഇൻജെക്റ്റബിൾ, ഇംപ്ലാന്റ്, ഈ ടെക്നിക്കൊക്കെ ദേ ആർ എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൻ, ഇത് വുമന് മാത്രമായിട്ടുള്ളതാണ്. വേണമെങ്കിൽ ബാരിയർ മെത്തേഡിൽ വരുന്ന 1-2 സെർവൈക്കൽ വാൾ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാപ്, ഡയഫ്രം എന്നൊക്കെ പറയുന്നത് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൻ. ആ പോയിന്റും കൂടി ഓർത്തിരിക്കുകയാണെങ്കിൽ ആ ഭാഗം നിങ്ങളെ സുഖമായിട്ട് പഠിച്ചു കഴിയും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫംഗസിന്റെ കീഴിലും ഉണ്ട്. അത് എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് കിങ്ഡം ഫംഗയിൽ നിന്ന് സ്പോർ ഫോർമേഷൻ. അപ്പം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് ഒരു ചെറിയ ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ സ്പോർ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കണേന്ന് നോക്കാം. അവിടെ മോർഫോളജി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഫൈക്കോമൈസീറ്റസിൽ മാത്രമേ ഉള്ളൂ അസെപ്റ്റേറ്റ് ആൻഡ് സിനോസൈറ്റി കണ്ടീഷൻ, ബാക്കി എല്ലാ ഗ്രൂപ്പിലും എന്താ സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചിലാണ്. നമ്മുടെ മോർഫോളജി പഠിച്ചു കഴിഞ്ഞു. ഇനി അവിടെ സ്പോർ ഫോർമേഷൻ ആണ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളൊരു ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഫൈക്കോമൈസീറ്റസിൽ എങ്ങനെയാണ് സ്പോർ ഫോർമേഷൻ നടക്കണേന്ന് നോക്കാം. നമ്മുടെ അസെക്ഷൽ സ്പോർട്സിനും എൻഡോജീനസ് ഒറിജിനാണ് ഫൈക്കോമൈസീറ്റസിൽ, അതായത് ഫ്രൂട്ടിംഗ് ബോഡിയുടെ അകത്തായിട്ടാണ് ഇതിൻ്റെ ഫോർമേഷൻ നടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രക്ചറിൻ്റെ അകത്തായിട്ടാണ്. ഇനി ആസ്കോയിലോട്ട് വരുമ്പം അത് അസെക്ഷൽ സ്പോർട്സിന് എക്സോജീനസ് ഒറിജിനും ദെൻ എൻഡോജീനസ് ഒറിജിനാണ് സെക്ഷൽ സ്പോർട്സിനുള്ളത്. ബസിഡിയോമൈസീറ്റസിൽ സെക്ഷൽ സ്പോർട്സ് മാത്രമേ ഉള്ളൂ, അവർക്ക് എക്സോജീനസ് ഒറിജിനാണ്. ഈ പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സുഖമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ, എക്സാമ്പിൾസും കൂടി നിങ്ങളൊന്ന് മാനേജ് ചെയ്യും. ഇനി മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ +1ലും +2ലും അല്ലെങ്കിൽ ബോട്ടണിയിലും സുവോളജിയിലും പല പോയിന്റുകളും ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നത് കാണാം. അതായത് ഒരു പോയിന്റിന് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്, ചിലപ്പോൾ അത് ബോട്ടണിയിലായിരിക്കും ആദ്യത്തെ ടോപ്പിക് ഉണ്ടാവുക, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം സുവോളജിയിലായിരിക്കും. ചിലപ്പോൾ ചില ടോപ്പിക്സ് യു ക്യാൻസ് ഇൻ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്ക്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്കിലായിരിക്കും. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം, ബയോളജി പ്രിപ്പയർ ചെയ്യുമ്പം ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ അലർജിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ അലർജിയുടെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പം നിങ്ങൾക്ക് കാണാം അവിടെ ഹിസ്റ്റാമിൻ, സെറട്ടോണിൻ്റെ ഒക്കെ സെക്രീഷൻ. അത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ടിഷ്യൂ പാർട്ടിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ബ്ലഡിനെ കുറിച്ചുള്ള ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ടാവും. അവിടെ ബേസോഫിൽ എന്ന് പറയുന്ന സെല്ലുണ്ട് ബ്ലഡിനകത്ത്, അത് ഹിസ്റ്റാമിനും സെറട്ടോണിനും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏരിയോളാർ ടിഷ്യൂലുള്ള മാസ്റ്റ് സെല്ലും ഇത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ഈ സെക്കൻഡ് ഇയറിലാണ്.
അതുപോലെ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഇനി അലർജി ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാണാം. ഇൻ ഓർഡർ ടു സബ്സൈഡ് ദ സിംറ്റംസ് ഓഫ് അലർജി വി ആർ യൂസിങ് സ്റ്റീറോയിഡ്സ്. അപ്പോൾ ഈ സ്റ്റീറോയിഡ് ഏതാണെന്ന് നിങ്ങൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ അതിൻ്റെ ആൻസർ കണ്ടെത്തും. നിങ്ങൾ കോർട്ടിസോളിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി അലർജിക്, ഓക്കെ, അല്ലെങ്കിൽ ആൻറ്റി ഇമ്മ്യൂൺ ഫങ്ഷൻ ഓഫ് കോർട്ടിസോൾ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഹോർമോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യമാണ് ഹൈപ്പർ ഗ്ലൈസീമിയ, ബ്ലഡ് ഷുഗർ കൂട്ടുന്ന ഹോർമോൺസ് കുറേ ഉണ്ട്. അതെല്ലാം ഒരുമിച്ച് ചേർത്ത് എഴുതി വയ്ക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മുടെ കോർട്ടിസോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നതാണ്. ഗ്ലൂക്കോഹോണിന് എഫക്റ്റ് ഉണ്ട്. ദെൻ യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് നമ്മൾ അഡ്രിനാലിനൊരു എഫക്റ്റ് കാണാനായിട്ട് പറ്റും. അപ്പം അത്തരത്തിലുള്ള ഹോർമോൺസിനെയൊക്കെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ചില കോഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളുടെ അഡ്രിനൽ കോർട്ടെക്സ് ഗ്ലാൻഡ്, ഓക്കെ, അഡ്രിനൽ കോർട്ടെക്സിൻ്റെ ഭാഗമായിട്ട് 3 ലേയേഴ്സ് ഓഫ് ടിഷ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗ്ലോമെറുലോസ ഉണ്ട്, ഫെസിക്കുലേറ്റ ഉണ്ട്, റെറ്റിക്കുലാരിസ്, 3 ലെയർ ഉണ്ട്. അവിടെ നിന്ന് സ്പെസിഫിക് ആയിട്ട് വരുന്ന ഹോർമോൺസിൻ്റെ പേരും ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മിനറലോ കോർട്ടിക്കോയിഡ്സ്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് ആൻഡ് സെക്സ് കോർട്ടിക്കോയിഡ്സ്, അങ്ങനെ 3 ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിൻ്റെ പേരുണ്ട്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു കോഡ് നിങ്ങൾക്ക് തരാം. GFR, നിങ്ങൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ കിഡ്നി ചാപ്റ്ററിൽ, എക്സ്ക്രീഷൻ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കോഡൊന്ന് ഓർത്തിരുന്നേ, GFR, ഗ്ലോമെറുലോസ, ഫെസിക്കുലേറ്റ, റെറ്റിക്കുലാരിസ്. ഇനി അതിൽ നിന്ന് വരുന്ന ഓരോ ലെയറിൽ നിന്ന് വരുന്ന ഹോർമോൺസിൻ്റെ പേര് ഓർത്തിരിക്കാനായിട്ട് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ഫിഗറിനെ കൊണ്ടുവരാണ്. MG ശ്രീകുമാർ എന്ന് പറഞ്ഞ സിംഗറിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫോം MGS എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ MGS, M for mineralocorticoids, G for glucocorticoids, S for sex corticoids. ഇപ്പോൾ ഈ GFRും MGS നിങ്ങളൊന്ന് ചേർത്ത് വെച്ചേ. GFR, ഓക്കെ, GFR എന്ന് പറഞ്ഞാൽ ഗ്ലോമെറുലോസ, ഓക്കെ, അതിൻ്റെ പാരലായിട്ട് MGS, അതിൽ M, മിനറലോകോർട്ടിക്കോയിഡ്സ്. ഇനി വി ഹാവ് ഫെസിക്കുലേറ്റ, അപ്പം അതിന് ഭാഗമായിട്ട് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ദെൻ വി ഹാവ് റെറ്റിക്കുലാരിസ്, സെക്സ് കോർട്ടിക്കോയിഡ്സ്. ഈ രണ്ട് കോഡ് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ആ ലെയറിനെ കറക്റ്റ് ഓർഡറിൽ ഓർത്തിരിക്കാൻ പറ്റും. അവിടെ വരുന്ന ഹോർമോൺസും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്പുകൾ വഴിയായിട്ട് നിങ്ങൾക്ക് ബയോളജി കുറച്ച് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. ഒപ്പം തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും കൂടി വായിക്കാം. അപ്പം താങ്ക്സ് ഓൾ ഓഫ് യു. നമ്മൾ പിന്നെയും കാണാം.